ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് യൂനസിന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദി അഭിനന്ദനം അറിയിച്ചു. എക്സിലാണ് അദ്ദേഹം കുറിച്ചത് വാക്കുകൾ. അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കൾക്കും ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നിങ്ങൾ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണം എന്ന് മോദി അതിൽ കുറിച്ചു. പക്ഷെ നമ്മുടെ NK പ്രേമചന്ദ്രൻ അതങ്ങനെ ബോധിച്ചില്ല, അതങ്ങ് പിടിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം ഹിന്ദു എന്ന് മോഡി എടുത്തു പറഞ്ഞത് അത്ര ശരിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിൽ ഹിന്ദു എന്ന് എടുത്തു പറയുന്നത് എന്താ കുഴപ്പമെന്ന് എനിക്കും മനസ്സിലായില്ല. പ്രേമേന്ദ്രനിൽ നിന്ന് ഇത്രയും കാലം പ്രേമേന്ദ്രൻ്റെ കരിയർ, പാർലമെൻ്ററി കരിയർ നോക്കിയിരുന്ന ഒരാൾ, കാരണം പ്രേമേന്ദ്രൻ്റെയൊക്കെ നേതാവ്, ഈ പ്രേമേന്ദ്രനെ ആദ്യം സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാവ് TJ ചന്ദ്രചൂഡൻ എന്നോട് പ്രേമേന്ദ്രനെ പറ്റി ധാരാളം സംസാരിച്ചിരുന്നു. നല്ല കേഡറാണ് എന്ന് മറ്റേ TJ ചന്ദ്രചൂഡൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളാണ് പ്രേമചന്ദ്രൻ. പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഒരു വക്താവിനെ പോലെ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താണോ പറയുന്നത്, അവർ ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ പറയുക, ഒരു അമേരിക്കൻ നിർമ്മിത അട്ടിമറിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അവിടെ ജമാഅത്തെ ഇസ്ലാമി ആണ് ഇതിൻ്റെ ഈ അക്രമങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ എന്ന വ്യാജേന സോറോസ് ഫണ്ട് മുടക്കിയിട്ടുള്ളതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അവരും ഒക്കെ ഇത്തരം സംഘടനകളുടെ ഭാഗമായിട്ട് ആണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വിദേശത്ത് നിന്നാണ് ഇത് മുഴുവൻ ചരട് വലിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർ ഹിന്ദുക്കളെ ധാരാളമായിട്ട്, ഹിന്ദുക്കളുടെ വീടുകൾ, ഇവരൊക്കെ ആക്രമിച്ചതിന് തെളിവുണ്ട്. അതുകൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഉറപ്പുവരുത്തണം എന്ന് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, എല്ലാവരുടെയും കാര്യമാണല്ലോ പറയുന്നത്. സിഖുകൾ, ജൈനന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ, ഇവരൊക്കെ പാഴ്സികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ന്യൂനപക്ഷത്തിൽ വരുമല്ലോ. അപ്പോൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണം, ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് മോദി പറയുന്നതിൽ എന്താണ് തെറ്റ്? മോദിയുടെ നാട്ടുകാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണല്ലോ നോക്കേണ്ടത്. കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. കാരണം മതാടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടത്. ഇന്ത്യയുടെ വിഭജനം നടന്നത് മതാടിസ്ഥാനത്തിലാണെന്നേ. എന്താ പ്രേമേന്ദ്രന് ചരിത്രം അറിയില്ല എന്നുണ്ടോ? മതാടിസ്ഥാനത്തിൽ വിഘടിച്ചു പോയവർ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി. ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പിന്നെയും 1971 ഒരു വിഘടനം ഉണ്ടായി. അങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്. മുജിബുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മുക്തി ബാഹിനിയൊക്കെ സഹായിച്ചതൊക്കെ നമ്മുടെ പട്ടാളവും പരിശീലനം കൊടുത്തതൊക്കെ നമ്മുടെ പട്ടാളമൊക്കെയാണ്. ഈ കിഴക്കൻ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, അന്ന് ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. 10,000 കിലോമീറ്റർ അകലെയാണ്. റോഡ് മാർഗമൊന്നും എത്താൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇത് പശ്ചിമ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ശരിക്കും പാകിസ്ഥാൻ വേറെ സ്ഥലത്താണ്. പാകിസ്ഥാനുമായിട്ട് ഇതിനൊരു ബന്ധമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വിമോചന പോരാട്ടമൊക്കെ നടത്താനും ഒക്കെ പറ്റിയത്. പക്ഷേ ഭൂരിപക്ഷം ആളുകൾ പാകിസ്ഥാനിൽ മറ്റേ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നത് കൊണ്ട് ഈ ഭാഗത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം മതമാണ് കൂടുതൽ, മറ്റേ ഇത് ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിനെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഭരതൻ കാട്ടിൽ ശ്രീരാമനെ കാണാൻ ചെല്ലുമ്പോൾ ശ്രീരാമൻ ഭരതനോട് ചോദിക്കുന്നത് എന്താണ്? നീ ചാർവാകന്മാരെ മാനിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ മാർക്സിസ്റ്റുകാരും RSPക്കാരും ആണെന്നേ. നീ അവരുടെ കാര്യം കൂടി നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിൻ്റെ കാര്യവും നീ നോക്കുന്നില്ലേ എന്നാണ് ശ്രീരാമൻ ഭരതനോട് ചോദിക്കുന്നത്. ആ ജനാധിപത്യ കാഴ്ചപ്പാട് നമ്മുടെ ഒരു പൈതൃക, അതല്ലേ മോദിയും ചോദിക്കുന്നത്. ആ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം അങ്ങ് ഉറപ്പുവരുത്തണം കേട്ടോ എന്ന് പറയുന്നത് മാന്യതയോടുകൂടി ചോദിക്കുന്നതാണ്. ഇനി അതിൻ്റെ അകത്ത് ഒരു അജണ്ട കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി എടുത്തു പറയാൻ പാടില്ലായിരുന്നു എന്നാണ് NK പ്രേമേന്ദ്രൻ പറയുന്നത്. പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ അവകാശമാണത്, മനഃപൂർവ്വമാണ്, അത് പറയേണ്ടതുമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറേ, പ്രേമേന്ദ്രൻ ഉദ്ദേശിച്ചതേ ഇപ്പോൾ ഇതിനിടയിൽ വലിയ രീതിയിൽ ഈ അവിടുത്തെ ബംഗ്ലാദേശിലെ സ്റ്റുഡൻസൊക്കെ ഈ അമ്പലങ്ങൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ മോഡി ആ രീതിയിൽ ഹിന്ദുക്കൾ അവിടെ കുഴപ്പത്തിലാണ് എന്ന്
അതാണ് പ്രേമേന്ദ്രൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പ്രേമേന്ദ്രൻ ഉദ്ദേശിച്ചത് അങ്ങയുടെ വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ, ടിപ്പണി. പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹിന്ദുക്കളുടെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഭരണം തിരിച്ചു പിടിച്ച് കഴിഞ്ഞപ്പോൾ, അട്ടിമറി കഴിഞ്ഞപ്പോൾ സംഗതികൾ ശാന്തമാകുമായിരിക്കും. അതിന് മുമ്പ് ക്ഷേത്രങ്ങൾ കത്തിച്ചിട്ടുള്ളതോ 20-25 ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ടല്ലോ, കേടുപറ്റിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നല്ലേ പറയുന്നത്. ഭരണം യൂനുസെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞു. യൂനുസ് പാരീസിലായിരുന്നു, അയാൾക്കെതിരെ ധാരാളം കേസുകളുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ പോയത്, ജാമ്യത്തിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ യൂനിസിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭരണം കിട്ടിയില്ലേ, ഇനിയെങ്കിലും നിങ്ങൾ ശാന്തത പാലിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതിന് പ്രേമേന്ദ്രൻ്റെ ടിപ്പണി വേണ്ട എന്നാണ് ഞാൻ ഈ പറയുന്നത്. പ്രേമേന്ദ്രൻ വേറെ എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചൊന്നും ഞാൻ കരുതുന്നില്ല. പ്രേമേന്ദ്രൻ കൊല്ലം ലോക്സഭയിൽ ഒരു വോട്ട് ബാങ്കിനെ മുന്നിൽ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ലിമിറ്റഡ് തന്ത്രം മാത്രമേ പ്രേമേന്ദ്രനുള്ളൂ. അങ്ങനെ പ്രേമേന്ദ്രൻ തരം താഴാൻ പാടില്ലായിരുന്നു. അതാണ് പ്രേമേന്ദ്രന് ആ വോട്ട് ബാങ്ക് മാത്രമല്ലല്ലോ ഉള്ളത്, അല്ലാത്തവർ ഹിന്ദുക്കളും വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മോദി പറഞ്ഞത് എന്താണ്? മോദി അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ടാണ് പറഞ്ഞത് സാധാരണ നില നീ കൈവരിക്കും എന്ന് തോന്നുന്നു. സാധാരണ നിലയ്ക്ക് പോവുകയാണെന്നാണ് ആദ്യം മോദി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ സുരക്ഷിതത്വം അങ്ങ് ഉറപ്പുവരുത്തിയാൽ കൊള്ളാം. ഹിന്ദുക്കളുടെ കാര്യം പറയുന്ന ആളാണ് മോദി എന്ന്, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. അദ്ദേഹം സംഘപരിവാർ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, അത് രഹസ്യമൊന്നുമല്ല. അത് അദ്ദേഹം പറയേണ്ട ഒരു ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അയോധ്യയിൽ അഭിഷേക ചടങ്ങിൽ പങ്കെടുത്ത ആളല്ലേ. ഒരു ട്രസ്റ്റാണ് അത് പണിത്, സർക്കാരല്ല. ഇതിപ്പോൾ വോയിസ് ഓഫ് ബംഗ്ലാദേശ് ഹിന്ദുസ് എന്ന് പറഞ്ഞ ധാരാളം വീഡിയോകൾ വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ വീട് കൊള്ളയടിച്ചു, പണം എടുത്തുകൊണ്ടുപോയി, വീട്ടിലുള്ളത് സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയി, 14 വയസ്സുള്ള കുട്ടിയെ റാഞ്ചി കൊണ്ടുപോയി, എന്നിട്ട് കുട്ടിയെ തിരിച്ച് തരാനായിട്ട് 10 ലക്ഷം രൂപ ചോദിച്ചു. ഇത് ജസോറിൽ നടന്ന സംഭവമാണ്, തെക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിൽ. വേറൊരു 15 വയസ്സുള്ള സഹോദരനെ ആക്രമിച്ചൊരു കാര്യം വേറൊരാൾ അതിൽ പറയുന്നുണ്ട്. 3 ലക്ഷം രൂപ കുട്ടിയെ വിട്ടുതരാനായിട്ട് ചോദിച്ചു. എന്നിട്ട് അയാൾ പറയുകയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സനാതനിയായിരിക്കുന്നത് ദോഷമാണ് എന്ന് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞൊരു സംഭവം, ബംഗ്ലാദേശിലെ ഈ ജിഹാദിസ്റ്റുകൾ ധാക്കയിൽ മതേതര ഗായകനായിട്ടുള്ള രാഹുൽ ആനന്ദയുടെ വീട് തീവച്ച് നശിപ്പിച്ചു. രാഹുൽ ആനന്ദയുടെ 3000 സംഗീതോപകരണങ്ങൾ, ചിലതൊക്കെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാണ്, ആ സംഗീതോപകരണങ്ങൾ കത്തി നശിച്ചു. ആനന്ദയുടെ ധനമുണ്ടി, ആ സ്ഥലത്തെ 32-ാം നമ്പർ വീടാണ്. 150 വർഷം പഴക്കമുള്ള പൈതൃക ഭവനമാണത്. അതൊരു പ്രൈഡ് ഓഫ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന വീടാണ്, ബംഗ്ലാദേശിൻ്റെ അഭിമാനം. അതുകൊണ്ട് ഈ സംഗീതജ്ഞൻ്റെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലം മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡൻറ്റ്, ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തിയപ്പോൾ ഈ വീട്ടിലും വന്നു. അപ്പോൾ ആനന്ദ ഒരു ഏകതാര, ഈ തമ്പുരു പോലെയുള്ള ഒരു ഏകതാര, ഒറ്റ കമ്പി മാത്രമുള്ളത് ഏകതാര മാക്രോണിന് സമ്മാനിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ONV കുറുപ്പ് പണ്ട് സാഗരങ്ങളെ എന്ന് പറഞ്ഞൊരു പാട്ടിൽ ഏകതാരയിൽ ഒന്നിളവേൽക്കൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഏകതാര നമ്മുടെ കവിതകളിലുമൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ എല്ലാ വിഭാഗങ്ങളിലും പെട്ട സംഗീതജ്ഞരുടെ കേന്ദ്രമായിരുന്നു ഈ രാഹുൽ ആനന്ദയുടെ വീട്. അവിടെ അദ്ദേഹത്തിനൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ബെഞ്ചോ ജ്വലർ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ്. ആ ബാൻഡിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ മാത്രമുള്ള ബാൻഡായിട്ടൊരു ഹിന്ദു സംഗീതജ്ഞൻ ഉണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ മുഴുവൻ അറിയപ്പെടുന്നൊരു ഗായകനുമാണ്. ബാൻഡിൽ അംഗമായിട്ടുള്ള സൈഫുൾ ഇസ്ലാം ജേണൽ പറയുന്നു, വളരെ വർഷങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉപകരണങ്ങളായിരുന്നു. 10 ലക്ഷം ടാക്ക അത് പോയപ്പോൾ തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെയാണ് ഈ പൈതൃക ഭവനം എന്ന് പറഞ്ഞാൽ അമൂല്യമല്ലേ, അതിന് വിലയിടാൻ പറ്റുമോ? ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. ആ വീടിൻ്റെ ചിത്രമൊക്കെ ഞാനും കണ്ടതാണ്. നമ്മളൊക്കെ ഇവിടെ കാണുന്ന പഴയ തറവാട്ട് വീടുകൾ പോലെ ഒരെണ്ണം. ഈ ആനന്ദും കുടുംബമൊക്കെ പലായനം ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് ഒരു സാധനവും
എടുക്കാൻ പറ്റിയില്ല. ഇനി ഹിന്ദുക്കൾക്ക് നേരെ അക്രമം എന്ന് പറഞ്ഞാൽ അവിടെ അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയാണല്ലോ ഭരിച്ചിരുന്നത്, ഷെയ്ഖ് ഹസീനയുടെ. അവാമി ലീഗിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ജിഹാദിസ്റ്റുകൾ ഹിന്ദുക്കളെ ആക്രമിക്കാനുള്ള കാരണം. ഉദാഹരണത്തിന് അവാമി ലീഗിൽപ്പെട്ട 2 കൗൺസിലർമാർ, രംഗ്പൂർ സിറ്റി കോർപ്പറേഷൻ കൗൺസിലർമാർ, ആ 2 കൗൺസിലർമാരെ ഹരാധൻ റോയ്, കാജൽ റോയ്, ഈ 2 പേരെയും അവരെ ആക്രമിച്ചല്ലോ. ആ കൊല്ലപ്പെട്ടവർ കൊന്നുകളഞ്ഞു ഇവരെ 2 പേരെയും. ജീവൻ ബാക്കി നിൽക്കുന്നില്ല. ഹിന്ദുക്കളാണെന്നുള്ളതുകൊണ്ട് അവരുടെ ജീവൻ പോയി. ഹരാധൻ റോയ്, കാജൽ റോയ്. പരശുറാം താന അവാമി ലീഗിൻ്റെ നേതാവായിരുന്നു ഹരാധൻ റോയ്. വെടിവെച്ച് കൊല്ലുക ചെയ്തേ. പിന്നെ നമ്മൾ കുറേ കാലമായിട്ട് ഈ സംഗതി അവിടെ ഷെയ്ഖ് ഹസീന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമേരിക്ക ഈ ബംഗ്ലാദേശിലെ ചില ഭാഗങ്ങൾ എടുക്കുക, ചിറ്റഗോങ്, മ്യാൻമാറിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുക്കുക, മണിപ്പൂരിലെ കുക്കി മേഖലകളൊക്കെ ഉണ്ടല്ലോ, നാഗാലാൻഡിൽ നിന്ന് കുറേ ഭാഗമൊക്കെ എടുത്തിട്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം അമേരിക്കൻ പ്ലാൻ ചെയ്ത് വരികയാണ് എന്ന്. അതിൻ്റെ പേര് സാഗം എന്നാണ്. ഈ ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്ന അജണ്ട അമേരിക്കയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് അമേരിക്ക അവിടെ ഫണ്ടിറക്കിയിരിക്കുകയാണ് എന്നുള്ളതൊക്കെ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിദേശ കൈയുണ്ട് അതിൻ്റെ അകത്ത്, ജിഹാദിസ്റ്റുകളുടെ കയ്യിലുണ്ട്. ജിഹാദികൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് 1921 മാപ്പിള ലഹളയെ സംബന്ധിച്ച പുസ്തകങ്ങളൊന്നും പ്രേമേന്ദ്രൻ വായിച്ചിട്ടില്ലേ? നമ്മൾ ഈ രാഹുൽ ആനന്ദയുടെ അനുഭവം വായിച്ചപ്പോൾ, മറ്റ് ഹിന്ദുക്കളുടെയൊക്കെ അനുഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഇവിടെ നടന്ന മാപ്പിള ലഹളയാണ്. പൂഴിക്കൽ നാരായണൻ നായരുടെ വീട്ടിൽ 1921 നടന്ന സംഭവമൊക്കെ ആലോചിച്ച് നോക്കണം. ഒരു അവിവാഹിതയെ ഒരു വിവാഹിതയെ, അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, തട്ടിക്കൊണ്ടുപോയിട്ട് അന്നത്തെ ജിഹാദിസ്റ്റുകൾ കൈമാറി അവസാനം ഒരു മൗലവിയുടെ കയ്യിൽ വരുന്നതുമൊക്കെ അക്കാലത്ത് പറഞ്ഞിട്ടുള്ള കഥ. അതുപോലെ എത്ര കഥകളാണ് മാപ്പിള ലഹളയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന എത്ര പത്രപ്രവർത്തകരെ അവിടെ ആക്രമിച്ചിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ പ്രദീപ് ഭൗമിക്, ആ പാർട്ടിക്കാരൻ കർഷക തൊഴിലാളി സംഘത്തിൻ്റെ നേതാവാണ്. മാത്രമല്ല പ്രസ് ക്ലബിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പ്രസ് ക്ലബിൻ്റെ അകത്ത് കയറിയിട്ടാണ് കൊന്നിരിക്കുന്നത് ഈ പ്രദീപ് ഭൗമിക്കിനെ. അദ്ദേഹം ഒരു പത്രത്തിൻ്റെ ലേഖകനുമാണ്. പിന്നെ നമ്മൾ ആ പട്ടിക വായിച്ചു തുടങ്ങിയാൽ എത്രയോ മുസ്ലിം പത്രപ്രവർത്തകരെയും കൊന്നിരിക്കുന്നു. കാരണം ഇവർക്ക് മറ്റവരെ ഇഷ്ടമല്ല, ജിഹാദിസ്റ്റുകൾക്ക് അവാമി ലീഗിനെ ഇഷ്ടമല്ല. ഈ പത്രപ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ടോ? കുറേ ചാനലുകാർ, കുറേ പത്രക്കാർ, ഇങ്ങനെ നീണ്ടൊരു പട്ടിക. ഇത് ഈ മാതൃഭൂമി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ വസന്തം വിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഖപ്രസംഗം എഴുതിയിരുന്നു. ഇത്രയും പത്രപ്രവർത്തകർക്ക് 5 പത്രപ്രവർത്തകരെ അവിടെ കൊന്നുകളഞ്ഞു ഈ ജിഹാദിസ്റ്റുകൾ. മുസ്ലിം പത്രപ്രവർത്തകരെ ആക്രമിച്ചിരിക്കുന്നു, പത്ര ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ മാതൃഭൂമി മുഖപ്രസംഗം എഴുതിയത് 3-4 ദിവസം മുമ്പ്. അവിടെ വസന്തം ഉണ്ടായി, അറബ് വസന്തം പോലെ ജനാധിപത്യത്തിലേക്ക് ബംഗ്ലാദേശ് തിരിച്ചു വന്നു. ഇതൊക്കെ ഇനി കാണേണ്ട കാഴ്ചയാണത്. തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ ആ മുഖപ്രസംഗം വായിച്ച് പ്രേമേന്ദ്രൻ അത് മുഴുവൻ ശരിയാണെന്ന് ധരിച്ചു വശായതായിരിക്കും. ഇതൊന്നുമല്ല ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല അക്രമങ്ങളുടെയും കൂട്ടത്തിൽ ഹിന്ദു വിരുദ്ധതയും ഹിന്ദുക്കൾക്കെതിരായ അക്രമവും കൊലപാതകങ്ങളും വീടുകൾ കൊള്ളയിൽ സ്ത്രീകൾക്ക് എതിരായ അക്രമം, ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ 14-15 വയസ്സായി പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് റാൻസം പൈസ ചോദിക്കുന്നത്, എന്താണ് ബന്ദികളെ വിടാനായിട്ട് പൈസ ചോദിക്കുമല്ലോ, അത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതിൻ്റെ എത്ര കഥകൾ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രേമേന്ദ്രൻ കണ്ണുപൊത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രേമേന്ദ്രൻ സ്വന്തം മണ്ഡലത്തിലെ ഹിന്ദുക്കളെ കാണാതിരിക്കുന്നത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.